ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ബസീർ എക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അത് അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഞാൻ മാക്സിമം എത്തിക്കാറ്. കുറച്ച് സമയം എടുക്കും, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ കുറേ ആൾക്കാർ പറയുന്നതും കമ്മ്യൂണിറ്റി എന്തൊക്കെയാണ് പറയണമെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്തത് 6 ദിവസം മുമ്പായിരുന്നു. ആ ദിവസം നമ്മൾ അഫിഡവിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബസീർ എക്സിന്റെ അഫിഡവിറ്റ് നമുക്ക് എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇമെയിലായിട്ട്. സോ അതിനകത്ത് എന്തൊക്കെയാണ് പറയണമെന്നുള്ളതും മൊറട്ടോറിയം കോൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞതിന് ശേഷം അഫിഡവിറ്റ് വന്നതിന് ശേഷം അതിനകത്ത് കുറേ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി പറയുന്നത് വെസിറക്സിന് എന്തൊക്കെയോ എവിടേക്കൊക്കെയോ തകരാറുകളുണ്ട്, എന്തൊക്കെയോ അവർ ഒളിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഉടായ്പകളുണ്ട്, എന്തൊക്കെയോ സ്കാം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം, ഇതൊരു മൾട്ടിസിഗ് വാലറ്റ് ആയിരുന്നു. 3 കീസ് വെസിറക്സ് എംപ്ലോയീസിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. സോ ഈ 3 വാലറ്റിലത്തെ കീസ് ഇല്ലാണ്ട് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അത് ആളുകൾ അറിഞ്ഞിട്ടായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഫസ്റ്റ് വന്നിരുന്നു. അത് പല ആൾക്കാർക്കും ഡൗട്ട് ആയിരുന്നു. പിന്നെ ഒരു ഫണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഒറ്റ വാലറ്റിൽ സൂക്ഷിക്കുന്നതിൽ എന്തൊക്കെയോ തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇത്രയും വലിയൊരു എക്സ്ചേഞ്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സോ അതെന്തൊക്കെയോ പ്രശ്നം വന്നു. പക്ഷേ ബസീറക്സ് ആസ് യൂഷ്വൽ അത് ലിമിനലിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഗൂഗിളിന്റെ ഫോറൻസിക്കുകാരെ കൊടുന്നു, അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമായി. ഫോറൻസിക്കുകാർ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന്. ഇതൊക്കെയാണ് അവർ പറയുന്നത്. യൂസേഴ്സിന് അറിയേണ്ട അത് ലിമിനലാണോ ഇവരാണോ ആര് വേണം ഒരു കൊണ്ടുവന്നിട്ട് ബസീറക്സിനെ നമ്പി ഫണ്ട് ഇട്ടവർ ഇപ്പം വടി പിടിച്ചിരിക്കുകയാണ്. ഈവൻ ഞാനും കുറച്ച് കണ്ടതിനകത്ത് പോയിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾ എല്ലാവരും കുറേ പേര് വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ അത് ബാധിക്കപ്പെട്ടവരായിരിക്കാം. അപ്പം അഫിഡവിറ്റിനകത്ത് വന്ന് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേസ് വരുന്നു, എല്ലാ സംഭവങ്ങളും ചെയ്തു, അഫിഡവിറ്റ് അയക്കുന്നു, മൊറട്ടോറിയത്തിന് മെയിൽ അയക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ അഫിഡവിറ്റിനകത്ത് കുറച്ച് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും വന്നിരുന്നു. ഇവർക്ക് തന്നെ ഒരു ആക്യുറസി കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എത്ര ഫണ്ട് പോയി എത്ര നഷ്ടപ്പെട്ടു എന്നല്ല. ഇവർ പറഞ്ഞത് 234 മില്യൺ ഫണ്ട് ഹാക്ക് ചെയ്തു ഹാക്കർ എന്ന് പറഞ്ഞു. അതായത് 45%. ബസീറക്സിന്റെ 100% ഫണ്ടിൽ നിന്ന് 45% ഹാക്കായി പോയി എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവർ അഫിഡവിറ്റ് ഷെയർ ചെയ്തിരുന്നു. ആ അഫിഡവിറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവർ മൊത്തം പറഞ്ഞത് 570 മില്യൺ ആണ് ഇവരുടെ മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 234 മില്യൺ ഹാക്കർ ഹാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് വന്ന സമയത്ത് തന്നെ മാക്സ് അറിയുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. സോ അവർ ഇതിനെക്കുറിച്ച് നോക്കിയപ്പം ഈ അഫിഡവിറ്റ് 45%, ഈ ടോട്ടൽ ഫണ്ടിന് 45% എന്ന് പറഞ്ഞാൽ 256 മില്യൺ ആണ്. പക്ഷേ ഹാക്കായത് 234 ആണ്. സോ അവിടെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വന്നപ്പം ഒരു ന്യൂസ് വീണ്ടും ഒരു മെയിൽ അയച്ചു. അഫിഡവിറ്റ് നിങ്ങൾക്ക് എത്ര പേർക്ക് ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയെന്ന് അറിയില്ല. ഈ പറഞ്ഞ മൊത്തത്തിലുള്ള ഫണ്ട്, അത് 5,70,000 എന്നുള്ള ഫണ്ട് മാറ്റി 5,70,000 എന്നുള്ളത് മാറ്റി മൊത്തം ഉണ്ടായിരുന്ന 546 മില്യൺ ആണ് എന്ന് പറഞ്ഞു. ഈ 546 നമുക്ക് അതും കൂടി അടിച്ചു നോക്കുമ്പോഴും നമുക്കത് അപ്പോഴും 42-43% ഫണ്ടേ വരുന്നുള്ളൂ. അപ്പോഴും ഇവർ ഫസ്റ്റ് പറഞ്ഞ 45% ഫണ്ട് ഹാക്കായി എന്ന് പറഞ്ഞതിൽ അപ്പോഴും സത്യമല്ല. 2% ഫണ്ടിന് അപ്പോഴും കണക്കില്ല. 2% എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. 570 മില്യൻ്റെ 2% എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു എമൗണ്ട് ആണ്. സോ അതിന് ഒരുപാട് പേര് ബാക്ക്ലാഷസ് വന്നിരുന്നു, എന്താണ് സംഭവം എന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ അഫിഡവിറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കേസ്, ഇവർ 100 കോടി, അതായത് 12 മില്യണോളം ഫണ്ട് ഇവർ കേസിനും ഫർദർ പ്രൊസീഡിങ്സിനും വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ യൂസ് ചെയ്യുന്ന ഫണ്ട് ആരുടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസേഴ്സിന്റെ ഫണ്ടാണ് യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത്. സോ അതല്ലാന്ന് ഇവർ തെളിയിച്ചിട്ടില്ല, ഇവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ എന്തുകൊണ്ട് യൂസറിന്റെ ഫണ്ട് യൂസ് ചെയ്യുന്നു വെച്ചാൽ അത് യൂസറിന്റെ ഫണ്ടല്ല വേറെ ഫണ്ടാണെന്ന് ഇവർക്ക് പറഞ്ഞാൽ ഓൾ ഗുഡ്. പക്ഷെ അതല്ല, കാരണം അവർ യൂസേഴ്സിന്റെ ഫണ്ട് വെച്ചിട്ടാണ് അവർ കേസ് പ്രൊസീഡിങ്സിന് പോണത്. ഇവരുടെ സെക്യൂരിറ്റി ശരിയല്ലാണ്ട് ഇവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് ഇവർ കേസ് പ്രൊസീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും യൂസറുടെ ഫണ്ടിൽ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ എവിടുത്തെ ഒരു ബന്ധമില്ലാത്ത ഒരു ആൾക്കാരെ മൊത്തത്തിൽ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ മുമ്പാ തോന്നുന്നു, ജസ്റ്റ് കുറച്ച് നേരം മുമ്പ് ഉച്ചയ്ക്കാണ് ഒരു ഇമെയിൽ ട്വീറ്റ് ചെയ്തായിരുന്നു. FAQs കുറച്ച് കോമൺലി ചോദിക്കുന്ന മൊറട്ടോറിയത്തെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. സെറ്റയിൽ എന്തിനാണ് അപ്ലൈ ചെയ്തേക്കണേ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ബ്രീത്തിങ് സ്പേസ് വേണം, ഒരുപാട് കേസസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേസസ് വരും. ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് വരും. സോ പറഞ്ഞ് ഞങ്ങൾക്ക് പുതിയൊരു റീസ്ട്രക്ചറിങ് പ്ലാൻ കൊണ്ടുവരണം. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് മൊറട്ടോറിയം ഈ ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് മൊറട്ടോറിയം അപ്ലൈ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ആൻ ഓർഡർ ടു നോ റെസൊല്യൂഷൻ ഷാൾ ബി പാസ്ഡ് ഫോർ എ വിന്നിങ് ഓഫ് സീറ്റ്. അങ്ങനെ ഒരു റെസൊല്യൂഷൻ വേറെ ഒന്നും എടുക്കാതിരിക്കാൻ, ഒരു എഗെയിൻസ്റ്റ് കേസ് വരുന്ന എന്നും ഒരു കേസിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കും. കാരണം 6 മാസം സമയം ചെയ്തു. നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ 6 മാസം നമ്മൾ തിരിച്ചു തരാം എന്നുള്ള മിനിമം 6 മാസമെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് അവരുടെ ഭാഗം സേഫ് ആകും. ഒരു സമാധാനത്തിന്. ആ സമാധാനം സമയം എടുക്കുന്നത് റീസ്ട്രക്ചർ ചെയ്യണം, സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. സോ അതാണ് അവർ പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിന് ആൻസർ അങ്ങനെ പറഞ്ഞു. പിന്നെ വൈ ഷുഡ് യൂസർ ബി എസ് ലീഗൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സൈബർ അറ്റാക്സ് ആൻഡ് റിസ്ട്രക്ചറിങ് പ്രോസസ് എന്ന് ചോദിച്ചപ്പം അത് അവരല്ലാന്നല്ല പറഞ്ഞത്. അതിന് കാരണം വെസറെക്സ് പ്ലാറ്റ്ഫോമിന്റെ സംഭവമാണ്, നമുക്ക് അതിനിങ്ങനെയാണ് പ്രൊസീഡിങ്സിന് അതാണ്. അപ്പം ഇതിന് ആൻസർ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നൊരു ആൻസർ തന്നിരുന്നെങ്കിൽ അവിടെ കഴിഞ്ഞ പ്രശ്നം.
പക്ഷെ അതല്ല അവർ പറയണം, കാരണം അത് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റീസ്ട്രക്ചറിങ് ബ്രോഡ്ലി, കുറേ ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ കോസ്റ്റ് ഒക്കെ ലോയേഴ്സിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാക്കറിനായിട്ടൊരു ബന്ധമല്ല. ഹാക്കർ സ്മാർട്ടായിട്ട് അപ്പുറത്ത് വലിയ വലിയ തീരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ വേറെ എന്ന് പറയുന്നത് എന്നും മുതലാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമില്ല, എന്നും മുതലാണ് എനിക്ക് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ പറ്റുക. കാരണം ഹാക്ക് ചെയ്യപ്പെടാത്ത ആൾക്കാർ ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ട്രേഡിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫണ്ട് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും. ഇനി സാധനം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് റീസ്ട്രക്ചറിങ് കേസ് പാസ്സായി ഒരു സംഭവം വരണം, റീസ്ട്രക്ചറിങ് പ്ലാൻ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അതുവരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം അപ്പോൾ ഇവർ പറയണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കേസ് പോകണം, കേസിൽ എന്തെങ്കിലും ഒരു നിയമം വരണം, ഒരു റീസ്ട്രക്ചറിങ് പ്ലാൻ വരണം, അതിനുശേഷം ഞങ്ങൾക്ക് ക്രിപ്റ്റോ വിഡ്രോൾസ് എനേബിൾ ചെയ്യാൻ പറ്റും, അതിനുശേഷം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ട്രേഡിങ്സ് എനേബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവരൊരു മൊറട്ടോറിയം ആപ്ലിക്കേഷൻ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഈ മൊറട്ടോറിയത്തിനെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. സോ ഹാക്കിൽ ബാധിക്കപ്പെട്ടവരും നോക്കും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ സൈൻ ചെയ്യില്ല. എന്നാൽ ഹാക്കിൽ ബാധിക്കപ്പെടാത്ത ആൾക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ബിറ്റ് കോയിൻ ആയിരിക്കും, നിങ്ങളുടെ ഹാക്ക് പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ മാത്രമേ പറ്റാത്തുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പ്രശ്നമില്ലല്ലോ, എൻ്റെ ഫണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ, സൈൻ ചെയ്ത് കൊടുത്തേക്കാൻ, എത്രയും പെട്ടെന്ന് മൊറട്ടോറിയം സംഭവം സെറ്റ് ആവട്ടെ, അതിന് ശേഷം എനിക്ക് എൻ്റെ ഫണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ അതന്നെ കൊടുക്കുള്ളൂ. കാരണം സ്വാഭാവികമായിട്ട് എല്ലാവരും ഫണ്ട് എങ്കിലും എടുക്കണം എന്നുള്ള ചിന്തയിലാണ്. സോ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ മൊറട്ടോറിയത്തിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി എന്ന് പറയാൻ പറ്റില്ല, നമുക്കിപ്പോൾ കോമഡി, അവർക്ക് കോമഡി ആയിരിക്കും, നമുക്കൊക്കെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ജൂലൈ 18 ലാസ്റ്റ് സ്നാപ്ഷോട്ട് എടുത്തേക്കുന്നത്. ഈ ജൂലൈ 18 സ്നാപ്ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു എത്തീരിയത്തിൽ $2000 ആണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങളുടെ $2000 എത്തീരിയമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു 3 കൊല്ലം കഴിഞ്ഞ്, ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഈ ഫണ്ട് കുറച്ച് റിക്കവർ ചെയ്തെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു തരണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു എത്തീരിയമാണ് നിങ്ങളുള്ളത്, നിങ്ങളൊരു 3 കൊല്ലത്തേക്ക് വാസിറക്സിനകത്ത് ഹോൾഡ് ചെയ്തിട്ടേക്കുന്നത് ഒരു $10,000 ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് 10,000 ആയി കഴിഞ്ഞാൽ വിൽക്കും, അതുവരെ വെക്കട്ടെ എന്ന് വിചാരിക്കും നിങ്ങൾ വെച്ചിട്ടുണ്ടാവുക. 3-4 കൊല്ലം കഴിയുമ്പോൾ സംഭവം ഈ എത്തീരിയത്തിന് 10,000 ആയി എന്ന് വിചാരിക്കുക. അന്നായിരിക്കും വാസിറക്സ് ചിലപ്പോൾ ഈ പറഞ്ഞ സംഭവം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അത് എത്തീരിയത്തിലാത്തായിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു ടോക്കണിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും ടോക്കണിൽ നമുക്ക് 10,000 കിട്ടുമല്ലോ. കാരണം എത്തീരിയത്തിന് 2000 വാങ്ങിയ സാധനം ഇപ്പോൾ 10,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10,000 അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. നിങ്ങൾ ജൂലൈ 18 നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വാല്യൂ എത്രയായിരുന്നു? $2000. സോ ഇവർ ഇത് തിരിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഫണ്ട് ഹാക്ക് ചെയ്ത് തിരിച്ചെടുത്തതിന് ശേഷം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ എത്രയായിരുന്നു ആ എമൗണ്ട് ഓഫ് എത്തീരിയം ആയിരിക്കും, ആ എമൗണ്ട് ഓഫ് വർത്തുള്ള ടോക്കൺ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് എത്തീരിയം നിങ്ങൾ വാങ്ങി വെച്ചു, 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്തീരിയത്തിൻ്റെ പ്രൈസ് 10,000 ആയെങ്കിലും ആ സമയത്ത് ഇവർ ചെയ്ത് തരുമ്പോൾ നിങ്ങളത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 10,000 ആണ്. പക്ഷെ നിങ്ങൾക്ക് തരുന്ന സമയത്ത് 2000 എന്നുള്ള ലെവലിലുള്ള വാല്യൂ ആയിരിക്കും തരുന്നുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. സോ ഇത് എന്താ പറയുക, നമ്മുടെ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ 5% കിട്ടും. സോ അതിനെക്കാട്ടും മോശമായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതൊക്കെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഇവിടേക്കൊക്കെ തകരാറുകളുണ്ട്. ഇവർ തന്നെയാണ് ഉടായ്പ ചെയ്ത് എന്തൊക്കെയോ ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, പ്രോപ്പർ റിപ്പോർട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ അറിയില്ല, ക്രിപ്റ്റോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്, ഭയങ്കര ഹിന്ദിക്കാരനാണ്. ആദ്യം എന്നാ പറയുക, പുള്ളി ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളെന്ന് ചോദിച്ചതിന് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പുള്ളിയെ നിശ്ചൽ ഷെട്ടി ബാൻ ചെയ്ത് വെച്ചു. ചോദ്യം ചോദിക്കണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കൊണ്ട്. പുള്ളി ചോദിക്കണതെല്ലാം പോയിന്റാണ്. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് പുള്ളിയും ചോദിക്കണത്. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ ബാൻ ചെയ്ത് പോവുക. എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല, നമുക്ക് വോയിസ് ഇല്ല, എന്ത് ചെയ്യാനാ. നമ്മുടെ തെറ്റാണ് നമ്മൾ ഇത്രയും വലിയൊരു ഫണ്ട് ഒരു വാലറ്റിനകത്ത്, ഒരു സെൻട്രലൈസ് എക്സ്ചേഞ്ചിനകത്ത് ഇട്ടത്. നമ്മൾ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ വാലറ്റോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ വാലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നടക്കുന്ന സമയത്തും അപ്പുറത്ത് ഹാക്കർ കോമഡിയാണ്. ഹാക്കർ എല്ലാവരും കോമഡിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ കോമഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം അരോചകമായി തോന്നും, നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്ന, കാരണം വേറെ ഒന്നും പറയില്ല, നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ അങ്ങനെ പറയണതാണ്. ആ ഒരു ലെവലിലുള്ള കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് തമാശ എന്നല്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ കാര്യം വെച്ചിട്ടുള്ള കോമഡി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ടൊർണാഡോ ക്യാഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഓൺ ചെയിൻ DeFi പ്ലാറ്റ്ഫോംസ് ആണ്. കാരണം പ്രൈവസി കൺസേൺ ഒക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. കാരണം ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഒരു ചെയിനിൽ നിന്ന് ഒരു ചെയിനിലേക്ക് പോകുമ്പോൾ ട്രാക്ക് ചെയ്യാൻ. പക്ഷേ ടൊർണാഡോ ക്യാഷിലേക്ക് അങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രോസസ്സ് വേറെയാണ്, അതിൻ്റെ സംഭവം മൊത്തത്തിലൊരു സംഭവം വേറെയാണ്. സോ ഈ പറഞ്ഞ ഹാക്കർ ഇത് അവിടെ പുള്ളി ഇട്ടേക്കുന്നുണ്ട്, 7600 എത്തീരിയം ടൊർണാഡോ ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഐഡിയല്ലേ ടൊർണാഡോ ക്യാഷിൻ്റെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ആണ്. അതിന് ഞാൻ പറഞ്ഞില്ല, നാളെ തന്നെ ഒരു വീഡിയോയിൽ ഈ ടൊർണാഡോ ക്യാഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഇത്രയും വലിയൊരു ഫണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അതിൻ്റെ പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയൊക്കെ ഇവർ വിറ്റ് ഒഴിവാക്കും എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ വാസിറക്സിനെ കുറിച്ചുള്ള എന്തൊക്കെ എവിടേക്കൊക്കെ തകരാറുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയും വേറെ എന്തെങ്കിലും നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഈ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.